ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല കുറുകി ഒരു ദാൽ കറി വെച്ചാലോ? പരിപ്പ് കറി, സാമ്പാർ പരിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 100 ഗ്രാം സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് 2 വിസിൽ വരുന്നവരെ കുക്കറിൽ 2 വിസിൽ കേൾപ്പിക്കാം കേട്ടോ. ഞാനൊരു സ്പൂണൊക്കെ ഇട്ടിട്ടാണ് വെച്ചത്, പക്ഷേ അതൊക്കെ ചീറ്റിപ്പോയിട്ടോ ആ സ്റ്റെപ്പൊക്കെ. പിന്നെ ഒരു ഉള്ളിയുടെ പകുതി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി, 5 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും. പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ കടുക് പൊട്ടിയതിന് ശേഷം ഒരു നുള്ളി ജീരകവും കൂടെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ച 2 അല്ലി വെളുത്തുള്ളിയേ ഉള്ളൂ, അതും ഇട്ട് കൊടുത്തു. അതും ഒന്ന് നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഒരു വലിയ സവാളേൻ്റെ പകുതിയാട്ടോ ഇത്. അതും പച്ചമുളകും ഞാൻ ഒപ്പരം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം അത് വഴറ്റുക. പച്ചമുളകിൻ്റെ എരിവാട്ടോ ഇതിൽ മെയിനായിട്ട് വരുന്നത്. മുളക് പൊടി നമ്മൾ വളരെ കുറച്ചേ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നല്ല തിക്കായിട്ടുള്ള കറിയാട്ടോ ഇത്. തേങ്ങ അരച്ചിട്ടല്ല. നോർത്ത് ഇന്ത്യൻസൊക്കെ ദാൽ കറി വെക്കുക, അവർ തേങ്ങ അരച്ചിട്ടൊന്നല്ല വെക്കുക. അപ്പോൾ നമ്മുടെ ഈ കറി ചപ്പാത്തിക്കും ഇതിനൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള കറിയാട്ടോ, ചോറിനും ഒക്കെ. അപ്പോൾ ഒരു കുഞ്ഞി തക്കാളിയുടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും തക്കാളി നല്ലോണം സോഫ്റ്റായി വന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ 2 വിസിലടിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പരിപ്പ് ഞാൻ 2 വിസിലടിച്ച് അങ്ങനെ തന്നെ കുക്കർ വെച്ചതാട്ടോ. പ്രഷർ തന്നാലെ പോയതിന് ശേഷമാണ് ഞാനത് ഓപ്പൺ ചെയ്തത്. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ പരിപ്പിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടല്ല കേട്ടോ വേവിച്ചത്. പിന്നെ ഞാൻ ആ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതന്നെ ആ കുക്കർ തന്നെ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം 1 ഗ്ലാസ് വെള്ളം കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ആ 1 ഗ്ലാസ്സിന് കറക്റ്റ് 1 ഗ്ലാസ് ഫുൾ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ പരിപ്പ് വേവിക്കുമ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു, ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടിയും, ഒരു കളറ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും. അല്ലാണ്ട് ഈ ദാൽ കറിയിൽ അത്ര എരിവുള്ള കറിയല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ എരിവ് വരുന്നത് ആ പച്ചമുളകിൽ നിന്നാണ്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ ഒരു 2-3 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ പരിപ്പ് കറി വെക്കുമ്പോൾ ആ പരിപ്പിലേക്ക് എപ്പോഴും മല്ലിച്ചപ്പ് ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് മല്ലിച്ചപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ മല്ലിച്ചപ്പിൻ്റെ തണ്ടടക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ദാൽ കറിയാണ് ഇത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അങ്ങനത്തെ പൂരിയുടെ കൂടെ ഒക്കെ, ചോറിൻ്റെ കൂടെ മാത്രമല്ല പൂരിയുടെയും ചപ്പാത്തിയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ വെച്ച് നോക്കുക കേട്ടോ.